ആന്തൂരത്തിൽ തന്നെ ഏറ്റവും വലിപ്പത്തിൽ വളരുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഇലയ്ക്കൊക്കെ ഏകദേശം 1 മീറ്ററിലധികം നീളമുണ്ട്. ലീഫിൽ വേറെ മാർക്കിംഗ് ഒന്നുമില്ല, ഗ്രീൻ ലീഫ് തന്നെയാണ്. പക്ഷെ നല്ല വലിപ്പത്തിൽ വളരും. വളരെ കട്ടിയുള്ള തിക്കായിട്ടുള്ള ലീഫാണ്. വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചെടി തന്നെയാണ്. ഇതിൻ്റെ ഇന്ത്യൻ ഫോം ഉണ്ട്. ഇന്ത്യൻ ഫോം കുറച്ചുകൂടെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറൈറ്റിക്ക് അനുസരിച്ചാണ്. ആന്തൂറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും നല്ല ചുവന്ന പൂക്കളുള്ള ആന്തൂര്യങ്ങളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫോളിയേജ് ആന്തൂറിയം എന്ന് പറഞ്ഞാൽ ഇലയുടെ ഭംഗിക്കായി വളർത്തുന്ന കുറച്ച് വെറൈറ്റീസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ആന്തൂരത്തിൻ്റെ നമ്മളെ കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന എലിഫൻ്റ് ഇയർ, ആനച്ചെവി എന്നൊക്കെ പറയുന്ന കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റാലിയൻ ഗ്രാൻഡേ എന്ന് പറയുന്ന ചെടിയാണ്. വളരെ ഹെവി ആയിട്ട് വലിയ വലിയ ഇലകളായിട്ട് തന്നെ വളരുകയും നല്ല തണലുള്ള സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ക്രിസ്റ്റാലിയൻ ഗ്രാൻഡേ. വളരെ വലിപ്പത്തിൽ വളരുന്ന മറ്റൊരു ചെടിയാണ് ഇത് ആന്തൂറിയം ഹുക്കേരി എന്ന് പറയുന്ന ചെടി. ഇത് ഏകദേശം ഒരു 1 മീറ്ററോളം നീളമുള്ള വലിപ്പമുള്ള ഇലകൾ വരാറുണ്ട്. ഇതും നല്ല തണലത്ത് നല്ലപോലെ വളരും ചെടിയാണ്. പിന്നെ പെട്ടെന്ന് നശിച്ചു പോകാത്തതും ഒരു ചെടി തന്നെയാണിത്. ആന്തൂറിയം ഹുക്കേരി എന്ന് പറയും. ക്രിസ്റ്റാലിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റാലിയം മിനിയേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ചെടി. ഇത് നല്ല ചെറിയ ഇലയായിരിക്കും. ചെറിയ ഇലയാണെങ്കിലും ഒരു ചട്ടിയിൽ നല്ല ബുഷായിട്ട് ധാരാളം ഇലകളായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇൻഡോർ സെറ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. ഇതും തണലത്ത് തന്നെ, നേരിട്ടുള്ള വെയിൽ ഇതിന് അത്ര നല്ലതല്ല. തണലത്ത് നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ആന്തൂരത്തിൻ്റെ സാധാ വെറൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും, തൂക്കിയിടാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആന്തൂറിയം വിറ്റാരിഫോളിയം എന്ന് പറയും. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചെടിയാണ്. ഹാങ്ങിങ് പോട്ടുകളിൽ നല്ല ഹെവി ആയിട്ട് തന്നെ കിടക്കും. ഇപ്പം ഈ ഇലയ്ക്കൊക്കെ ഏകദേശം 1 മീറ്ററിലധികം നീളമുണ്ട്. വളരെ ഭംഗിയുള്ളതും പിന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് ചെടിയാണ്. പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നതല്ല. വളരെ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആന്തൂറിയം വിറ്റാരിഫോളിയം. ആന്തൂറിയം വിറ്റാരിഫോളിയം പോലെ തന്നെ അതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആന്തൂറിയം പല്ലിഡിഫോളിയം. ഇതും വിറ്റാരിഫോളിയമായിട്ട് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമുണ്ട്. എങ്കിലും ഈ ഇലയുടെ ഈ മുകൾ ഭാഗം കണ്ട് രണ്ടിൻ്റെയും വ്യത്യാസം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വിറ്റാരിഫോളിയത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു നാരോ ആയിട്ട് തന്നെ വരും. എന്നാൽ പല്ലിഡിഫോളിയത്തിൽ ഒരു ലീഫായിട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ്. പിന്നെ ഇലയ്ക്ക് കുറച്ചുകൂടെ വീതി ഉണ്ടാവും പല്ലിഡിഫോളിയത്തിൽ. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. ഇതൊക്കെ ഇക്വഡോറിൽ നിന്നാണ് സാധാരണ ഈ പ്ലാന്റുകളൊക്കെ വരുന്നത്. ഇത് ആന്തൂരത്തിൽ തന്നെ ഒരു നല്ലൊരു വെറൈറ്റിയാണ്. ക്യൂൻ ആന്തൂറിയം അഥവാ ഓറക്കാനം എന്ന് പറയുന്ന ചെടിയാണ്. പിന്നെ പൊതുവെ ക്യൂൻ ആന്തൂറിയം തന്നെ എന്നാണ് പറയുന്നത്. ഇതിന് ലീഫിന് നല്ല നീളം ഉണ്ടാവും, നല്ല ഡാർക്ക് കളറാണ്. പക്ഷേ പിന്നെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണ്. അധികം ചൂടുള്ള കാലാവസ്ഥ ഇത് നല്ലതല്ല. കുറച്ച് തണുപ്പുള്ളൊരു കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും. ഇത് മറ്റൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റാലിയത്തിൻ്റെ റൗണ്ട് ഫോം, ക്രിസ്റ്റാലിയൻ റൗണ്ട് ഫോം. ഇത് അത്ര വലിയ ലീഫ് ആവാറില്ല, എങ്കിലും നല്ല ബുഷിയായിട്ട് നല്ല കോമ്പാക്റ്റ് ആയിട്ട് ലീഫ് വന്ന് നിറയുന്ന ഒരു ചെടിയാണ് ക്രിസ്റ്റാലിയൻ റൗണ്ട് ഫോം. ഇത് റെയറായിട്ടുള്ള ഒരു ആന്തൂറിയമാണ്, ഇമ്പോർട്ടഡ് പ്ലാന്റ് തന്നെയാണ്. ഇത് ആന്തൂറിയം ഡ്രസ്ലേരി എന്ന് പറയും. വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചെടിയാണ്. ഇതും റെയറായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് ആന്തൂറിയം ലക്ഷൂറിയൻ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര വിലയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്ര വിലയൊന്നുമില്ല. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 2000 മുതൽ ഇതിൻ്റെ തൈകളിൽ കിട്ടുന്നുണ്ട്. ആന്തൂറിയം ലക്ഷൂറിയൻസ്. ഇതിൻ്റെ ലീഫിന് നല്ല പ്രൊജക്ഷൻസ് ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നല്ല ഡാർക്ക് കളറുമാണ്. ഇത് മാഗ്നിഫിക്കം സിൽവർ എന്ന് പറയുന്ന ചെടിയാണ്. മാഗ്നിഫിക്ക സിൽവർ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ സിൽവർ കളർ നമ്മുടെ ഒരു കുറച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഈ സിൽവർ കളർ അങ്ങ് പോകുന്നുണ്ട്. എങ്കിലും നല്ല ഭംഗിക്ക് തന്നെ വളരുന്നുണ്ട്. ഇപ്പം സിൽവർ അധികം ഇല്ല എന്നേ ഉള്ളൂ. മാഗ്നിഫിക്ക സിൽവർ നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്. ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം ഇതിൻ്റെ പീറ്റ്യൂള് സ്ക്വയർ ആയിരിക്കും. പീറ്റ്യൂൾ നല്ല സ്ക്വയർ പീറ്റ്യൂളായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷൂറിയൻസിൻ്റെ ഒരു ഹൈബ്രിഡാണ് ഈ ചെടി. ലക്ഷൂറിയൻസും മാഗ്നിഫിക്കുമായിട്ടുള്ള ഇമ്പോർട്ടഡ് ഒരു ഹൈബ്രിഡാണ്. ഇതിൻ്റെ ലീഫ് കുറച്ച് ഗ്ലേസിങ് ആണ്. എന്നാൽ ലക്ഷൂറിയൻസിനേക്കാൾ വളർത്താൻ കുറച്ചുകൂടെ എളുപ്പമുള്ള ചെടിയാണ്. പുതിയ ലീഫ് വരുമ്പോൾ നല്ല റെഡിഷ് ബ്രൗൺ കളറായിരിക്കും. അത് മെച്ചുവർ ആവുന്നതിനനുസരിച്ച് ഡാർക്ക് ഗ്രീനായിട്ട് മാറും. ഇത് വന്നിട്ട് ലക്ഷൂറിയൻസ് ഇൻറ്റു മാഗ്നിഫിക്കം ഹൈബ്രിഡാണ്. ഇത് ആന്തൂരത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്.
ഇത് ജെന്മനി ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡൻ ജെന്മനി എന്നും ഗോൾഡൻ കാർബോർഡ് എന്നൊക്കെ പറയും. വളരെ കട്ടിയുള്ള തിക്കായിട്ടുള്ള ലീഫാണ് ഇത്. ഇതും തണലത്ത് തന്നെയാണ് വളർത്തുന്നത്. ലീഫ് ഒരുപാട് ദിവസം, ഒരുപാട് ഏകദേശം 1-2 വർഷത്തോളം ലീഫ് കൊഴിഞ്ഞു പോകാതെ ഇങ്ങനെ തന്നെ കോമ്പാക്റ്റായിട്ട് നിൽക്കും. പിന്നെ വളരെ സ്ലോ ഗ്രോത്താണ്. നമുക്ക് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന വലുതായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഗോൾഡൻ ജെന്മനി. ഇത് റെയറായിട്ടുള്ള ഒരു ആന്തൂറിയമാണ്. ആന്തൂറിയം നിംബഫോളിയോ എന്ന് പറയും. ഇത് ലീഫിൽ വേറെ മാർക്കിംഗ് ഒന്നുമില്ല, ഗ്രീൻ ലീഫ് തന്നെയാണ്, പക്ഷെ നല്ല വലിപ്പത്തിൽ വളരും. ഇതിൻ്റെ ഫ്ലവർ ഒരു വൈറ്റ് ഫ്ലവറാണ്. ഫ്ലവറിന് നല്ല മണമുണ്ട്, ഒരു ലാവൻഡർ സ്മെല്ല് നന്നായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. വളരെ കുറച്ച് അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത്, നിംബഫോളിയം എന്ന് പറയും. നല്ല വലിപ്പത്തിൽ വളരും. ഇതിപ്പം ഏകദേശം ഒരു 3-4 വർഷത്തോളം ആയ ചെടിയാണ്. പുതിയ ലീഫ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മറ്റൊരു വെറൈറ്റിയാണ്, പാപ്പിലോമനം എന്ന് പറയും. പാപ്പിലോമന FS എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പാപ്പിലോമന ഫോസ്റ്റേർന്ന് എന്ന് പറയുന്നതാണ്. കുറച്ച് ഡാർക്കായിട്ടുള്ള ലീവ്സാണ്. വെയിൻസ് ഒന്നും അധികം തെളിഞ്ഞ് വരാറില്ല. ഇത്ര മാത്രമാണ് മെച്ചുറാകും വരുന്നത്. പുതിയ ലീഫ് വരുമ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കും, ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നതാണ്. ഇതും നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു വെറൈറ്റിയാണ്. ക്ലാരിനറിയം എന്ന് പറയും. ചെറിയ ലീഫായിരിക്കും, വെയിൻസ് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരിക്കും, നല്ല ഹാർട്ട് ഷേപ്പ് ലീഫായിരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നൊരു വെറൈറ്റിയാണ് ക്ലാരിനറിയം. നല്ല തിക്കായിട്ട് വളരുന്നതാണ്, പിന്നെ സ്ലോ ഗ്രോത്താണ്, നല്ലൊരു വെറൈറ്റി ആയത്. ഇത് വന്നിട്ട് മാഗ്നിഫിക്കം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. മാഗ്നിഫിക്കത്തിൻ്റെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പീറ്റ്യൂൾസ് തണ്ടിൽ സ്ക്വയർ ആയിരിക്കും. ഇത് മാഗ്നിഫിക്കം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. മാഗ്നിഫിക്കത്തിൽ വെയിൻസ് ഉണ്ടാവുമെങ്കിലും ക്രിസ്റ്റാലിയത്തിലുള്ളതുപോലെ സിൽവർ ഒരു ക്രിസ്റ്റലിലേക്ക് സിൽവർ ഇതിൽ ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ പീറ്റ്യൂൾസ് സ്ക്വയർ ആയിരിക്കും. ഇതാണ് ഇതിനെ തിരിച്ചറിയാനുള്ള പ്രത്യേകത. ലീഫിൻ്റെ ഷേപ്പൊക്കെ ക്രിസ്റ്റാലിയം പോലെ ആണെങ്കിലും അതിൻ്റെ വെയിൻസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് വന്നിട്ട് ആന്തൂറിയം റിഗേൽ ലൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ്. ആന്തൂറിയം റിഗേലും നിറച്ച് വെയിൻസ് ഉള്ളതാണ്. ഇത് പക്ഷേ വെയിൻസ് ഇല്ല, നല്ല ഗ്രീനാണ്, പക്ഷേ ഒരു ലെതർ ഫിനിഷുള്ള നല്ലൊരു ചെടിയായത്. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്, പിന്നെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചെടിയാണ് ആന്തൂറിയം റിഗേൽ ലൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്നിഫിക്കത്തിൻ്റെ തന്നെ വേറൊരു ഫോമാണ്. എൻ്റെ ലീഫിൻ്റെ ഷേപ്പിലൊരു വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. ഇത് മറ്റൊരു ചെടിയാണ്. ഇത് പെഡേറ്റോ റേഡിയേറ്റം എന്നാണ് പറയുന്നതിന്. ഇതിൻ്റെ ലീഫ് നല്ലവണ്ണം ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. ഇത് നല്ല വലുപ്പത്തിൽ വളരുന്നൊരു ചെടിയാണ് പെഡേറ്റോ റേഡിയേറ്റം. ഫോളിയോ ആന്തൂറിയത്തിൽ നിന്ന് അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പിൽ വ്യത്യസ്തമായ ഒരു വെറൈറ്റിയാണ് ആന്തൂറിയം വൈൽഡ് നോവി. ഇതും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അധികം കോസ്റ്റ്ലി അല്ലാത്ത, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അത് ഒരു എന്ന് പറയും, വളരുന്നതനുസരിച്ച് ഒരു സ്റ്റിക്ക് കൊടുത്ത് വളർത്തേണ്ട ചെടിയാണ്, അല്ലെങ്കിൽ ചാഞ്ഞു പോകും. ഇത് ആന്തൂരത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, വാട്ടർമെലനൈസ് എന്ന് പറയും. ഇത് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ചെടിയാണ്, പക്ഷെ നല്ല കോമ്പാക്റ്റ് ആണ്. ലീഫ് വെയിൻസ് വലുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണത്തില്ല, ഗ്രീനാണ്. പക്ഷെ നല്ല കോമ്പാക്റ്റായിട്ട് നല്ല ഒതുക്കത്തിൽ വളരുന്നൊരു ചെടിയാണ് ആന്തൂറിയം വാട്ടർമെലനൈസ്. ആന്തൂറിയം വാട്ടർമെലനൈസിനോട് സാമ്യമുള്ള, ലീഫിൽ സാമ്യമുള്ളൊരു വെറൈറ്റിയാണ് ആന്തൂറിയം ബ്രൗണി. എന്നാൽ വാട്ടർമെലനൈസിനേക്കാൾ കുറച്ചുകൂടെ ആ വെയിൻസ് തെളിഞ്ഞിട്ടുണ്ടാവും. ലീഫിൻ്റെ തുടക്കത്തിലെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്, ആ ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലീഫ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കട്ട് ലീഫായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആന്തൂറിയം ബ്രൗണി. ഇതും ആന്തൂര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്, ആന്തൂറിയം പെൻഡൂരിലാമിനം. എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടഡ് വെറൈറ്റികളിൽ എനിക്കിവിടെ ഏറ്റവും ഈസി ആയിട്ട് വളരുന്ന, നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതിന് സാധാരണ ഇമ്പോർട്ടഡ് പ്ലാന്റ്സിന് കാണുന്നൊരു വിഷയം, ചൂട് കൂടുന്ന സമയത്ത് ഇല കരിയുന്നൊരു വിഷയമുണ്ട്. പക്ഷേ ഈ ചെടിയിൽ ആ ഒരു പ്രശ്നം കാണുന്നില്ല. അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. ആന്തൂറിയം പെൻഡൂരിലാമിനം. ഇതും ആന്തൂറിയം ക്രിസ്റ്റാലിയമാണ്. ക്രിസ്റ്റാലിയൻ ഡാർക്ക് നാരോ എന്ന് പറയും. കുറച്ച് സാധാ ക്രിസ്റ്റാലിയത്തിന് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലീഫിന് നീളവും വീതിയും കുറവായിരിക്കും. വീതി കുറവും നീളം കൂടുതലുമായിരിക്കും. ഇത് കുറച്ച് ഡാർക്ക് കളറുമായിരിക്കും ക്രിസ്റ്റാലിയൻ ഡാർക്ക് നാരോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ജെന്മനിയുടെ തന്നെ ഗ്രീനാണ്.
ഇതും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ്. കുറച്ച് വിലക്കുറവുള്ളൊരു ചെടിയാണ്, പക്ഷെ നല്ല ഹെവി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നിംബഫോളിയത്തോട് സാമ്യമുള്ളൊരു ചെടിയാണ് ഫോർമോസം. ഇതിൻ്റെ ലീഫ് പുതിയത് ലീഫ് വരുമ്പോൾ നല്ല ബ്രൗണിഷ് കളറായിരിക്കും. കുറച്ചുകൂടെ ലീഫിന് നീളം ഉണ്ടാവും. ഇതും നിംബഫോളിയം പോലെ തന്നെ വലുതായിട്ട് നല്ല ഹെവി സൈസിൽ വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇത് വന്നിട്ട് ആന്തൂറിയ റിഗേൽ സ്ട്രൈപ്സ്. ഇത് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണ്. സാധാരണയായി ഒരേ സമയം ഒരു 2-3 ലീഫ് മാത്രമേ ഒരു ചെടിയിൽ നിൽക്കുകയുള്ളൂ. കുറച്ച് കൂൾ ക്ലൈമറ്റിൽ വളരുന്ന ചെടിയാണ്. നമ്മളവിടെ വേനൽക്കാലത്ത് ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്, എങ്കിലും നമുക്കിവിടെ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. ഇത് ആന്തൂര്യത്തിൻ്റെ ഒരു ഹൈബ്രിഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആന്തൂര്യം കിങ് ആന്തൂര്യം, ആന്തൂര്യം വിച്ചിയും നമ്മുടെ സാധാ ഫ്ലവറിങ് ആന്തൂര്യമായിട്ടുള്ള ഒരു ക്രോസാണ്. ആന്തൂര്യം വിച്ച് ഇൻഡു ആൻഡ്രിയാനോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമ്മുടെ കേരളത്തിൽ അപൂർവമായിട്ടാണെങ്കിലും പലയിടത്തും ഉള്ളൊരു ചെടിയാണ്. ഇതിൽ ഫ്ലവർ ഉണ്ടാവും, ഒരു പിങ്കിഷ് റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പാപ്പിലാവനത്തിൻ്റെ വേറെ ഫോമാണ്. നേരത്തെ പറഞ്ഞ പാപ്പിലാവനം ഫോറസ്റ്റ് ചെയർമാനും ഇത് പാപ്പിലാവനം പനാമ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്, പ്യുവറായിട്ട് ശരിക്കും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റ് ആണ്. ഫോറസ്റ്റ് ചെയർമാൻ്റെ അത്രയും സൈസ് വരത്തില്ല, പക്ഷേ ലീഫുകൾ കുറച്ചുകൂടെ ഷേപ്പും കുറച്ചുകൂടെ കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ്. വളർത്താൻ കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുള്ളൊരു ചെടിയാണ്. വേനൽക്കാലത്ത് ലീഫ് ഉണങ്ങിപ്പോകുന്ന കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിന്. പാപ്പിലാവനം പനാമ. ഇത് ആന്തൂര്യത്തിൻ്റെ വേറൊരു ഹൈബ്രിഡാണ്, ആന്തൂര്യ ല്യൂക്കിനോറം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാരിനെർവിയത്തിൻ്റെ ഒരു ഹൈബ്രിഡാണ് ആന്തൂര്യം ല്യൂക്കിനോറം. ഇത് മറ്റൊരു നല്ല വെൽവെറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ കൃത്യമായ ഒരു ഐഡിയ എനിക്കറിയില്ല, എങ്കിലും ഇത് ഇന്തോനേഷ്യൻ ഡ്രസ്ലേരി എന്നാണ് വ്യാപകമായിട്ട് പറയുന്നത്. നല്ല വെൽവെറ്റിയാണ്, നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണ്. ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള വേറൊരു ആന്തൂര്യമാണ്, ആന്തൂര്യം രാവൺസ് ഹാർട്ട്. ഏകദേശം പാപ്പിലാമിനുമായിട്ടൊരു സാമ്യമുണ്ട്, എങ്കിലും കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ലീഫും പാപ്പിലാമിനെ പോലെ ഡാർക്കായിട്ടുള്ളൊരു ഫോമാണ് ഇത് വരുന്നത്. ആന്തൂര്യം രാവൺസ് ഹാർട്ട്. ഇത് ഒരു ഇമ്പോർട്ടഡ് ഹൈബ്രിഡാണ്. ഇത് വന്നിട്ട് മാഗ്നിഫിക്കം ഇൻഡു സാജിറ്റേറ്റം എന്ന് പറയുന്ന ചെടിയും മാഗ്നിഫൈ ആയിട്ടുള്ളൊരു ഹൈബ്രിഡാണ്. കുറച്ച് നല്ല അട്രാക്റ്റീവാണ്, കുറച്ച് വലിയ ലീഫാണ്. പക്ഷേ വേനൽക്കാലത്ത് ഇലയിൽ കരിച്ചിൽ വരുന്നുണ്ട്. കുറച്ച് കൂൾ ക്ലൈമറ്റിൽ വളരുന്ന ചെടിയാണ്. ഇത് മാഗ്നിഫിക്കത്തിൻ്റെ തന്നെ വേറൊരു ഫോമാണ്. ഇത് മാഗ്നിഫിക്കം വെർഡേ എന്നാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. ഇത് നമ്മുടെ ഹുക്കേരിയോട് ലീഫിന് സാദൃശ്യമുള്ള എന്നാൽ കുറച്ച് നല്ല വ്യത്യാസമായിട്ടുള്ളൊരു ചെടിയാണ്. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്, ആന്തൂറിയം ക്യാമ്പി എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഈസി ആയിട്ട് വളരുന്നുണ്ട്, കുറച്ച് വലുതായിട്ട് വളരുന്നൊരു ചെടിയാണ്. ഇത് വന്നിട്ട് മാഗ്നിഫിക്കത്തിൻ്റെ ഒരു ഹൈബ്രിഡാണ്, മാഗ്നിഫിക്കം ഇൻഡു മോറോണേസി എന്ന് പറയുന്ന 2 ചെടികളുടെ ക്രോസാണ്. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. ഇത് ലീഫൊക്കെ ഏകദേശം മാഗ്നിഫിക്കം പോലെ തന്നെയാണ്, പക്ഷെ നല്ല വലിപ്പമുണ്ട്. ലീഫിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്, പാറ്റേൺസിലൊക്കെ വ്യത്യാസമുണ്ട്. വെയിൻസൊക്കെ ഏകദേശം മാഗ്നിഫിക്കം കണക്ക് തന്നെ, അതിൽ സിൽവർ ഒന്നും വരാറില്ല. മാഗ്നിഫിക്കം ഇൻഡു മൊറോണസെ. ഇത് നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ചെടിയാണ്. ഇത് ഹുക്കേരിയുടെ കാഴ്ചയിൽ ഹുക്കേരി പോലെ ഉണ്ടെങ്കിലും പക്ഷേ ലീഫ് ഇലയ്ക്ക് നല്ല വീതിയുണ്ട്. മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട് ഈ പ്ലാന്റ്സിന് ഹുക്കേരിയേക്കാളും. പക്ഷേ കൃത്യമായ ഐഡിയ എനിക്കറിയില്ല. ഇതിൻ്റെ ഐഡിയ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഇത് ആന്തൂര്യൻ നീഗ്രോലാമിനം ജിജി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ വളർത്താൻ പറ്റുന്നുണ്ട്. വേറെ ഡാമേജുകളോ രോഗങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ലീഫ് ഒരു ലെതർ ഫിനിഷാണ്, ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഇലയ്ക്ക് വലിയ വലിപ്പം വരില്ല, പക്ഷെ നല്ല ഹൈറ്റിലേക്ക് വരാറുണ്ട് ഈ ചെടി. ഇത് ആന്തൂര്യത്തിൻ്റെ ഫോളിയേജ് ആന്തൂര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ക്രിസ്റ്റാലിയം. ഇത് നല്ല വെയിൻസ് എല്ലാം നല്ല സിൽവറി ആയിരിക്കും. സിൽവർ നല്ല ചെറിയ വെയിലത്താണെങ്കിൽ നല്ലവണ്ണം ക്രിസ്റ്റൽ പോലെ തിളങ്ങുന്നൊരു ടെക്സ്റ്റാണ് വെയിൻസിന് വരുന്നത്. അതുകൊണ്ട് ആന്തൂര്യം ക്രിസ്റ്റാലിയം എന്ന് പറയുന്നത്. ഇത് ആന്തൂര്യത്തിൻ്റെ ഒരു ഹൈബ്രിഡാണ്, ആന്തൂര്യം മാഗ്നിഫിക്കം ഇൻഡു ബെസെ എന്ന് പറയുന്ന ഒരു ചെടിയായിട്ടുള്ള ഹൈബ്രിഡാണ്. ഇതും ഇമ്പോർട്ടഡ് പ്ലാന്റ് തന്നെയാണ്. ഇതും വേറൊരു ഹൈബ്രിഡാണ്. ഇത് നേരത്തെ പറഞ്ഞ റിഗേൽ എന്ന് പറയുന്ന ചെടിയുടെയും നീഗ്രോലാമിനം ജിജിയുടെ ആയിട്ടുള്ള ക്രോസാണ്.
ഇതിൻ്റെ വെയിൻസൊക്കെ കുറച്ച് പുതിയ ലീഫിൻ്റെ വെയിൻസ് വരുമ്പോൾ നല്ല ഒരു റെഡിഷ് കളർ വരും. ഇത് ആന്തൂരത്തിൻ്റെ ഒരു ഹൈബ്രിഡാണ്. ഇത് പാപ്പലാമിനവും മാഗ്നിഫിക്കും ആയിട്ടുള്ള ക്രോസാണ്. ഇത് നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്തൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പുതിയ ലീഫ് വരുമ്പോൾ നല്ലൊരു റെഡിഷ് ബ്രൗൺ കളറിൽ വരും. മെച്ചറാകുമ്പോൾ അത് ഗ്രീനിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇത് മാഗ്നിഫിക്കവും ബെസ്സായിട്ടുള്ളൊരു ഹൈബ്രിഡാണ്. ഇത് നമ്മൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഹൈബ്രിഡാണ്. നേരത്തെ നമ്മളൊരു ഇമ്പോർട്ടഡ് പ്ലാന്റിൻ്റെ ഒരെണ്ണം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്കിവിടെ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്, വളർത്താൻ പറ്റുന്നത് നമ്മളിവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഈ വെറൈറ്റി വളർത്താൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പും ടെക്സ്റ്ററൊക്കെ വന്നിട്ട് ബെസ്സയോടാണ് സാമ്യം. എങ്കിലും മാഗ്നിഫിക്കത്തിൻ്റെ പോലെ തന്നെ നമുക്കിവിടെ വളർത്താൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും ഹൈബ്രിഡാണ്. ഫൊർഗറ്റി എന്ന് പറയുന്ന ചെടിയുടെ ഹൈബ്രിഡാണ്. ഇതിൽ ഇത് വന്നിട്ട് ഫൊർഗറ്റിയും മാഗ്നിഫിക്കും ആയിട്ടുള്ള ക്രോസാണ്. എന്നാൽ ഇത് വന്നിട്ട് ഫൊർഗറ്റിയും പാപ്പലാമിനായിട്ടുള്ള ക്രോസ്. ഇതിൻ്റെ ഈ മുകളിലത്തെ ഇത് സൈനസ് നന്നായിട്ട് ക്ലോസായി വരുന്നുണ്ട്. അതാണ് ഈ ഫൊർഗറ്റിയുടെ ആ ഒരു ലക്ഷണമാണ് ഈ പ്ലാന്റ്സിൽ വരുന്നത്. എന്നാൽ പാപ്പലാമിനും പോലെ തന്നെ ഡാർക്കുമാണ്. ഇത് നമ്മളിവിടെ തന്നെ പോളിനേറ്റ് ചെയ്തെടുത്തൊരു ഹൈബ്രിഡാണ്. പാപ്പലാമിനവും മർമറേറ്റായിട്ടുള്ള ഒരു ക്രോസാണ്. പക്ഷേ ഒരേ സെയിം ക്രോസ് ആണെങ്കിലും ഈ രണ്ട് പ്ലാന്റിൻ്റെ ലീഫ് ടെക്സ്റ്ററൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ ഹൈബ്രിഡുകളിൽ വരുമ്പോൾ ഒരു ഗുണവും അതാണ്, ഒരു ദോഷവും അതാണ്. മദർ പ്ലാന്റിൻ്റെ സെയിം കിട്ടത്തില്ല. ലീഫ് ഈ ഒരു വ്യത്യാസങ്ങൾ അത് കാണാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് കിട്ടും. പക്ഷേ മദർ പ്ലാന്റിൻ്റെ സെയിം ടൈപ്പ് കിട്ടത്തില്ല എന്നൊരു ദോഷവും ഉണ്ട്. ഇത് രണ്ടും സെയിം ക്രോസ് ആണെങ്കിലും അതിൻ്റെ സൈനസും ലീഫ് കളർ എല്ലാത്തിലും നല്ല വ്യത്യാസമുണ്ട്. ഇത് വന്നിട്ട് ആന്തൂരത്തിൽ തന്നെ ഏറ്റവും വലിപ്പത്തിൽ വളരുന്ന ഒരു വെറൈറ്റിയാണ് ആന്തൂര ഫോസ്റ്റോ മിറാൻഡെ. ഇത് അത്ര ഒരു മെച്ചുവർ പ്ലാന്റ് അല്ല. ഇതൊരു 2 വർഷത്തെ വളർച്ച ആയതേ ഉള്ളൂ. അത് നല്ല മെച്ചുവർ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഇരട്ടിയിലധികം വലിപ്പത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ആന്തൂര ഫോസ്റ്റോ മിറാൻഡെ. ഇത് ആന്തൂരത്തിൻ്റെ തന്നെ ഒരു കിങ് ആന്തൂരം എന്നാണ് പറയുന്നത്. ആന്തൂര്യം വിച്ചി. ഇതിപ്പോൾ ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചെടി തന്നെയാണ്. ഇതിൻ്റെ ഇന്ത്യൻ ഫോം ഉണ്ട്. ഇന്ത്യൻ ഫോം കുറച്ചുകൂടെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. ഇന്ത്യൻ ഫോം കുറച്ചുകൂടെ വീതിയുള്ള ലീഫും ഇത്രയും ഈ ഒരു കൊറിഗേഷനൊന്നും ഇത്രയും കാണത്തില്ല. അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. പക്ഷേ ഈ ഇമ്പോർട്ടഡ് ഫോം കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചല്ല, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. മഴക്കാലത്ത് നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷേ വേനൽക്കാലത്താകുമ്പോൾ ചെടി നശിച്ചു പോകുന്നുണ്ട്. ആന്തൂര്യം വിച്ചി. ഇത് ആന്തൂര്യം വാട്ടർമെലനൈസിൻ്റെ ഒരു ഹൈബ്രിഡാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈബ്രിഡ്, ഇതും സെയിം ക്രോസിൽ വന്ന ഹൈബ്രിഡാണ്. പക്ഷേ ലീഫിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളത് കുറച്ചൊരു 5-6 ചെടി ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതും വ്യത്യാസമുണ്ട്. ഇതെല്ലാം ആന്തൂര്യം വാട്ടർമെലനൈസിൻ്റെ ഹൈബ്രിഡാണ്. നല്ല ഗ്രീനാണ്, നല്ല വളർച്ചയുണ്ട്, നല്ല കോമ്പാക്റ്റായിട്ട് വളരുന്നുണ്ട്. ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഈ പച്ചച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. അല്ല അത്ര കളർഫുള്ളല്ല, പക്ഷേ ഈസി ആയിട്ട് നല്ല ഹെവി സൈസിൽ തന്നെ വളരുന്നുണ്ട്. ആന്തൂരം വാട്ടർമെലനൈസ് ഹൈബ്രിഡ്. ഇത് വന്ന് വേറൊരു ഹൈബ്രിഡാണ്. നേരത്തെ പറഞ്ഞ ഫോസ്റ്റോ മിറാൻ്റെയും ക്ലാരിനെർവിയത്തിൻ്റെയും കൂടെ ഉള്ള ക്രോസാണ് ആന്തൂരം ഫോസ്റ്റോ മിറാൻ്റെൻ്റെ ക്ലാരിനെർവിയ. ഇത് നമ്മൾ ഇവിടെ തന്നെ വളർത്തിയെടുത്ത ഹൈബ്രിഡാണ്. ഇത് ക്രിസ്റ്റാലിനവും പാപ്പലാമിനായിട്ടുള്ള ക്രോസാണ്. ക്രിസ്റ്റാലിനത്തിൻ്റെ പോലെ ലൈൻസ് വരുന്നുണ്ട്. പാപ്പലാമിനത്തിൻ്റെ ഒരു കളർ പാറ്റേണും വരുന്നുണ്ട് അതിൽ. ഇത് നമ്മൾ ഇവിടെ വളർത്തിയെടുത്ത വേറൊരു ഹൈബ്രിഡാണ്. മാഗ്നിഫിക്കവും മർമറേറ്റോ ആയിട്ടുള്ള ക്രോസാണ്. ഇത് നല്ല വലിപ്പം നീളമുള്ള ലീഫ് വരുന്നുണ്ട്. നല്ല ഒരു വെൽവെറ്റ് ഫിനിഷാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെ വളരുന്നുണ്ട് ഈ ചെടി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നീഗ്രോലാമിനം ജിജിയുടെയും ഇന്തോനേഷ്യൻ ഡ്രസ്ലേരിയുടെ ആയിട്ടുള്ള ഒരു ക്രോസാണ്. ലീഫിൻ്റെ ഷേപ്പ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഷേപ്പാണ്. പക്ഷേ ഗ്രോത്ത് എല്ലാം നമ്മുടെ നീഗ്രോലാമിനം ജിജി പോലെയാണ്. പിന്നെ ലീഫ് ഒരു ലെതർ പോലെ തന്നെ ഇത് വരുന്ന ഒരു ചെടിയാണ്. ലീഫ് കുറച്ച് തിക്കാണ് ഇതിൻ്റെ തൈകൾ വാങ്ങുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും എപ്പോഴും നല്ലത്. വിളിക്കുന്നതിനേക്കാൾ നമുക്ക് ഓർമ്മിച്ച് അതിലേക്ക് മെസ്സേജ് അയക്കാൻ സൗകര്യം വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും. കഴിയുന്നതും മെസ്സേജ് ഇടാൻ ശ്രമിക്കുക.